ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളുള്ളത് മട്ടന്നൂർ മണ്ഡലത്തിലാണ്. NDA സ്ഥാനാർത്ഥി ബിജു ഏളക്കുഴിയാണ് ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. എങ്ങനെയാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. ഇന്നാണ് നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധന നടന്നത്. അതിനുശേഷമാണ് ആദ്യമായിട്ട് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് നമുക്ക് മട്ടന്നൂരിൽ ഈ പ്രാവശ്യമുള്ളത്. രാജ്യത്തെമ്പാടുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുന്നേറ്റം അത് കേരളത്തിലും ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ മട്ടന്നൂരിലെ ജനതയുടെ ഇടയിലേക്ക് എത്തുന്നു. അങ്ങനെ ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള മട്ടന്നൂരിലെ വോട്ടർമാർ ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയെ പരീക്ഷിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 5 വർഷം മുന്നേ കണ്ടിരുന്നു. ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും പ്രേക്ഷകർക്ക് പറയായിരിക്കും. അന്ന് നമ്മൾ പറഞ്ഞ സംഭവത്തിൽ കുറേ വളർച്ച BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേതൃപരമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചതിൻ്റെ ജില്ലയിലുള്ള ഒരു പ്രധാന ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ശ്രീ ബിജു ഏളക്കുഴി. ഇപ്പോൾ 4ാം തവണയാണ് ഈ നിയോഗത്തിൽ വരുന്നത്. എന്ത് തോന്നുന്നു? ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ BJPയുടെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയി. ഇന്ന് നമ്മുടെ ജില്ല 2ആയി ഭാഗിച്ചുകൊണ്ട് നോർത്ത് എന്നും സൗത്ത് എന്ന പേരിൽ കണ്ണൂരിൽ 2 സംഘടനാ ജില്ലകൾ ഞാൻ ആ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനായിട്ടാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. ഞങ്ങളുടെ ജില്ലയിൽ 4 അസംബ്ലി മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഒരു മണ്ഡലത്തിൽ NDA ഘടകകക്ഷിയായിട്ടുള്ള BDJSൻ്റെ സ്ഥാനാർത്ഥിയും മത്സരിക്കുകയാണ്. 5 നിയോജക മണ്ഡലമാണ് നമ്മുടെ ജില്ലക്കകത്തുള്ളത്. ഈ 5 നിയോജക മണ്ഡലത്തിലും നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതിൻ്റെ ചുമതല കൂടി ജില്ലാ അധ്യക്ഷൻ എന്ന നിലയ്ക്കുണ്ട്. വലിയ പ്രതീക്ഷ 5 നിയമസഭാ മണ്ഡലത്തിലും കണ്ണൂർ ജില്ലയിലെമ്പാടും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ള ഒരു ചില തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങളുടെ കൺവെൻഷൻ വേദിയിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ രാജിവെച്ച് BJPയിലേക്ക് വരുന്ന കാഴ്ച, പ്രത്യക്ഷത്തിൽ വരുന്ന കാഴ്ച നമുക്ക് കാണുകയാണ്. വലിയ പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ. ഈ ദേശീയ രാഷ്ട്രീയം അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയം കണ്ണൂരിൽ ഇതിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നുണ്ടോ ഈ മട്ടന്നൂരിലെ നിയോഗം? അല്ല, മട്ടന്നൂരിലെ നിയോഗം ഞാനിപ്പോൾ 4ാമത്തെ ഊഴമാണ് മട്ടന്നൂരിൽ. അല്ല, ഇതിന് റേഷ്യോ കൂടുന്നുണ്ടല്ലോ. വോട്ടിംഗ് ശതമാനം കൃത്യമായിട്ട് സാന്നിധ്യം തെളിയിക്കാൻ സംസ്ഥാനത്ത് തന്നെ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? കൃത്യമായിട്ടും നല്ലൊരു ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ട്. മട്ടന്നൂർ ഒരു പരിധിവരെ പറയുന്നത് ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലം എന്ന നിലയ്ക്കാണ് പറയുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മണ്ഡലമൊന്നുമല്ല മട്ടന്നൂർ. മാറ്റം ആഗ്രഹിക്കുന്നവരെ മട്ടന്നൂരുണ്ട് എന്നുള്ള തെളിവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 60,000 വോട്ട് LDFന് കിട്ടിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF ആ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞുകൊണ്ട് ഒരു 3,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കിട്ടിയത്. അത് പ്രകടമാകുന്നത് മാറ്റം ആഗ്രഹിക്കുന്ന ജനത മട്ടന്നൂരിലുണ്ട്. ആരുടെയും ഒരു അടിമകളായിട്ട് മാറുന്ന വോട്ടർമാരല്ല മട്ടന്നൂരിൽ ഉള്ളത്. ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ BJPക്കുള്ള ഒരു മുന്നേറ്റം ഈ പ്രാവശ്യം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ചെറിയ പ്രായം മുതൽ അങ്ങനെ ചെറുതായിട്ട് ABVP മുതൽ വളർന്നു വന്ന ആളാണല്ലോ ഈ ബിജു ഏളക്കുഴി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജന്മം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയാം. ഇപ്പോൾ ഈ സമയത്തേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, പാർട്ടി പ്രവർത്തനം ആ ഒരു ആദർശത്തിൽ പ്രചോദിതനായി അങ്ങനെ ആദ്യം തന്നെ RSSൻ്റെ ശാഖയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ABVPയുടെ ചുമതലയിലേക്ക് വന്നു.
പിന്നീട് യുവമോർച്ചയുടെ ചുമതലയിലേക്ക് വന്നു. ഏകദേശം ഒരു 10-18 വർഷക്കാലം യുവമോർച്ചയുടെ ചുമതല വഹിച്ചു. അതിനുശേഷമാണ് BJPയുടെ ചുമതലയിലേക്ക് വരുന്നത്. കേരളത്തിലെമ്പാടും യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിലെമ്പാടും യാത്ര ചെയ്തിട്ടുണ്ട്, പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ വികസനം ഇപ്പം കുറച്ച് കാലം ഇപ്പോൾ ഷൈല ടീച്ചർ ആണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ 60,000-ൻ്റെ മുകളിൽ വോട്ട് ഭൂരിപക്ഷം നേടിയിട്ടാണ് അവർ വിജയിച്ചത്. എന്താണ് നമുക്ക് ഇനിയിപ്പം ബിജു ഏലക്കുഴി ഈ മണ്ഡലത്തിലെ MLA ആയിട്ട് വരുവാണെങ്കിൽ നമുക്കെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ഈ മണ്ഡലത്തിൽ ധാരാളം ജനകീയ പ്രശ്നങ്ങളുണ്ട്. മണ്ഡലം രൂപീകരിച്ചിട്ട് ഒരു 3 തെരഞ്ഞെടുപ്പാണ് നടന്നത്. 3 ടേം MLA ആയത് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞാൽ CPMൻ്റെ നേതാക്കന്മാരാണ്. 2 തവണ EP ജയരാജൻ, 1 തവണ ശൈലജ ടീച്ചർ. രണ്ടുപേരും ആരാണ്? EP ജയരാജൻ ആ മന്ത്രിസഭയിലെ 2ാമനായിരുന്നു. അതേ മന്ത്രിസഭയിലെ 3ാമതായിട്ടുള്ള ആളാണ് ശൈലജ ടീച്ചർ. 1 മുഖ്യമന്ത്രി, 2, 3 ഇവിടെയാ. ഈ 2ൻ്റെയും 3ൻ്റെയും ഒരു മാറ്റം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഇത് മാർച്ച് മാസമായി. ഈ മാസത്തിൻ്റെ ഒരു പകുതിയോടുകൂടി ധാരാളം പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയാവുകയാണ്. എയർപോർട്ടുള്ളൊരു സിറ്റിയാണിത്. ഈ എയർപോർട്ടുള്ള ഒരു മട്ടന്നൂരിൽ കാലത്തിനൊത്ത വികസനം പോലും വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില റോഡുകൾ ടാർ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? എയർപോർട്ടിൻ്റെ പദ്ധതിയുടെ പേരിൽ ടാർ ചെയ്തു. അതല്ലാതെ പുതിയതായിട്ടുള്ള എന്ത് പ്രൊജക്റ്റ് കൊണ്ടുവരാൻ ഇവിടെ കഴിഞ്ഞു? നമ്മുടെ തൊട്ടടുത്താണ് ഗവൺമെൻറ് ആശുപത്രി. ഒരു കാലത്ത് മലയോര മേഖലയിൽ നിന്ന് ധാരാളം അമ്മമാർ, സ്ത്രീകൾ, ഗർഭിണികൾ പ്രസവത്തിന് വരുന്ന ഒരു ആശുപത്രിയാണ് മട്ടന്നൂർ ആശുപത്രി. ഇന്ന് അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഇല്ല. നിങ്ങൾ സാംക്രമിക രോഗങ്ങൾ വളർന്നു വരുന്ന കാലഘട്ടം. ഒരു രോഗി മട്ടന്നൂരിലെ ആശുപത്രിയിൽ എത്തിയാൽ നട്ടം തിരിയുകയാണ്. ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരില്ല. നമുക്കങ്ങ് കേന്ദ്രത്തിൽ പിടിയുണ്ട്, ചെയ്തൂടെ? അല്ല, ആരോഗ്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ സബ്ജക്റ്റ്. എല്ലാവരും കൂടി ചെയ്യേണ്ട കാര്യമല്ലേ? എല്ലാവരും അല്ല, സംസ്ഥാന സർക്കാരിന്റെ. സർക്കാർ പറയുന്നത് കേന്ദ്രം സഹായിക്കുന്നില്ലെന്ന്. കേന്ദ്രത്തിന്റെ കൃത്യമായി സംസ്ഥാന തലത്തിൽ പറയുമ്പോൾ അത് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം. തീർച്ചയായിട്ടും. പക്ഷെ സംസ്ഥാനത്തിന്റെ വിഷയമാണ് ആരോഗ്യ മേഖല. അതിൽ ഫണ്ട് ലഭിക്കുന്നത് കേന്ദ്രത്തിൻ്റെതല്ല. ഏതെല്ലാം പദ്ധതികളുണ്ട്, ആ പദ്ധതികളിലൂടെ വരുന്ന ഫണ്ട് ആരാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടത് ആരാ? കേന്ദ്ര സർക്കാരാണ്. അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ അപ്പോയിന്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ടോ? ആവശ്യമായ നേഴ്സ് ഉണ്ടോ ഇവിടെ? ലാബ് ടെക്നീഷ്യന്മാരുണ്ടോ ഇവിടെ? ഫെസിലിറ്റി ഉണ്ടോ ഇവിടുത്തെ ആശുപത്രിയിൽ? എത്ര ഡോക്ടർമാരാണുള്ളത്? എന്റെ ചോദ്യമല്ല. അതായത് നമ്മൾ ഈ പ്രേക്ഷകർ കാണുന്നവർക്ക് അവർക്ക് ചോദിക്കാനുള്ളത് ഞാനാണല്ലോ ചോദിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം ശരിയാണ്. ഇത് കൃത്യമായിട്ട് പറയുന്നത് ഇപ്പം ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ നമുക്ക് അർഹമായിട്ടുള്ള പരിഗണന തന്നില്ല, നമുക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 5 വർഷം മുന്നേ തന്നെ ശ്രീ ബിജു ഏലക്കുഴിയോട് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞായിരുന്നു, നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ അന്ന് സംസാരിച്ചാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണോ? അത് തുടരുകയല്ലേ. ഇപ്പോൾ നമുക്ക് അറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി ഇന്ന് ഇവിടെ ഉണ്ടോ? ഫണ്ട് കൊടുക്കുന്നത് എന്താ? ആ ഫണ്ട് വകമാറ്റിയാണ്. ലൈഫിൻ്റെ പേരിൽ വകമാറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഒരു പേരും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല. ഇത് രാഷ്ട്രീയമല്ലേ പൂർണ്ണമായിട്ടും? ഈ നാട്ടിലെ സാധാരണക്കാരന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് തടയപ്പെടുന്നത്. രാഷ്ട്രീയം കളിച്ചോട്ടെ, പക്ഷെ സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യം എന്തിനാണ് ഇവർ തടയുന്നത്? ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കാത്ത ഏക സംസ്ഥാനം അത് കേരളമാണ്. നേരത്തെ ഡൽഹി ഉണ്ടായിരുന്നു.
ഡൽഹി പുതിയ സർക്കാർ വന്നതിനോടുകൂടി അതിൽ മാറ്റം വന്നു. ഇപ്പോ കേന്ദ്ര സർക്കാരുമായിട്ട് ടൈപ്പ് ഇല്ലാതെ ഏക സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാ? 5 ലക്ഷത്തിന്റെ ആനുകൂല്യം ഈ നാട്ടിലെ പാവങ്ങൾക്ക് ലഭിക്കില്ലേ? പണമുള്ളവർക്ക് വേണ്ട, അവർക്ക് ധാരാളം ആശുപത്രികളുണ്ട്. നമ്മുടെ ജില്ലയിലെ തന്നെ എത്രയോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. അവിടെ പോകാൻ പണമില്ലവർ പോയിക്കോട്ടെ. എന്നാൽ അതൊന്നുമല്ലാതെ ഒരു ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പണമില്ലാതെ അല്ലെങ്കിൽ ചികിത്സിച്ചതിൻ്റെ പേരിൽ കടപ്പാടം വിൽക്കേണ്ടി വന്നിട്ടുള്ള ധാരാളം ആളുകളുള്ള ഒരു ജില്ലയാണ് നമ്മുടേത്. ആ ഒരു സംസ്ഥാനവുമാണ് നമ്മുടേത്. എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല? എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ? ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇടതുപക്ഷത്തിന് നടപ്പിലാക്കാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എത്ര പദ്ധതികളുണ്ട് ഇതുപോലെ ഇന്ന് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. CPM നേതാക്കന്മാരുടെ രാഷ്ട്രീയ വിരോധം കാരണം മാത്രം കേരളത്തിൽ നടപ്പിലാക്കാത്ത ധാരാളം പദ്ധതികളുണ്ട്. PM ശ്രീയിൽ ഒപ്പുവെക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. PM ശ്രീയിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് എന്താണ് ഇവർക്ക് നേട്ടം? അതുകൊണ്ടെന്താ ഗുണമെന്താ? ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇവിടെ ഇല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇന്നെന്താ? ഒരു +2 കഴിഞ്ഞാൽ, +2 തന്നെ, ഇനി നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ഇവിടെ സർക്കാർ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് വളർന്നു വരുന്ന കുട്ടികളുടെ നിലവാരം നമ്മൾ ദേശീയ തലത്തിൽ നോക്കൂ. ഇപ്പം എന്തുകൊണ്ടാണ് വിദേശ സർവകലാശാലകളിലേക്ക് ആളുകൾ പോകുന്നത്? ഇന്ന് നമ്മുടെ മലയോര മേഖലയിലടക്കം പല വീടുകളിലും പോയി നോക്കിയാൽ അറിയാം, ഈ വിദ്യാർത്ഥികൾ ആ വീട്ടിലില്ല. +2 കഴിഞ്ഞാൽ പിന്നെ ആളെ ചോദിച്ചാൽ ഒന്നിക്ക് അവർ മംഗലാപുരം പഠിക്കുന്നു, അവർ ബോംബെ പഠിക്കുന്നു, അവർ ചെന്നൈ പഠിക്കുന്നു, അവർ ഡൽഹി പഠിക്കുന്നു. എന്തുകൊണ്ടാണിത്? കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? കേന്ദ്ര സർക്കാരിന് എന്ത് ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നതിൽ ഉള്ളത്? അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ഇവിടെ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൂടെ? ഇവർക്ക് ഫണ്ടില്ലെങ്കിലും ഓക്കെ, കേന്ദ്ര പദ്ധതികൾ ധാരാളമുണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൂടെ? PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ അതിലൂടെ കിട്ടുന്ന ലാബ് സൗകര്യം, അടൽജിയുടെ പേരിലുള്ള അടൽ തിങ്കറിംഗ് ലാബ്, അത് നമുക്ക് സ്കൂളിൽ, അതുകൊണ്ട് എത്ര വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. എന്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല? ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് പറ്റിയിട്ടുണ്ടോ? BJP ജില്ലാ അധ്യക്ഷനാണ്, അതുകൊണ്ട് ഒരു ആത്മപരിശോധന ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം. ഇപ്പൊ അവസാനം ഞങ്ങൾ മമ്പറത്ത് വെച്ചൊരു അദാലത്ത് നടത്തി. മമ്പറം അദാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ മാത്രമല്ല മണ്ഡലമാണ്. ഏതാ? മമ്പറം അദാലത്ത് ജില്ലാ തലത്തിലാണ് ഞങ്ങൾ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തിയത്. ആ അദാലത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ 3500 പേര് അവിടെ എത്തി ഞങ്ങൾക്ക് അപേക്ഷ നൽകുകയാണ്. ആ അപേക്ഷകളുടെ ബാഹുല്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ആ അപേക്ഷയുടെ കണ്ടന്റ് ഒന്ന് പരിശോധിച്ച് നോക്കണം. ആ അപേക്ഷകരുടെ ദയനീയ അവസ്ഥ നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. നേരിട്ട് കണ്ട, കുടിവെള്ളത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, വീടിന് വേണ്ടി, ലോണിന് വേണ്ടി, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി, ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ്റെ ജനകീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചതുകൊണ്ട് എനിക്കിതാ നടപ്പിലായിട്ടില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, അതുകൊണ്ട് ഇത് പരിഹരിക്കാനുള്ള ഒരു ഭരണകൂടം ഇവിടെ ഇല്ല എന്ന് ആദ്യ പിണറായി സർക്കാർ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞത് ഈ ഒരു ഫയലും ഓരോരുത്തരുടെ ജീവിതമാണ്. പിണറായിക്ക് അത് മറന്നുപോയി. ആ ഒരു ഫയല് അത് മറന്നുപോയി, സാധാരണക്കാരനെ മറന്നുപോയി. BJPക്ക് അത് മുതലെടുക്കാൻ പറ്റുമെന്ന ചോദ്യം. മുതലെടുക്കാൻ വേണ്ടിയിട്ടല്ല, അതെ, ഈ ഒരു പാവപ്പെട്ടവന്റെ വേദനയെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ ജില്ലാ ഓഫീസ് ഇപ്പൊ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് സൗത്ത് ജില്ലയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്.
നോർത്ത് ജില്ലയുടെ ഓഫീസ് നേരത്തെ നമ്മുടെ താളിക്കാവിലുള്ള ഓഫീസാണ്. ആ ജില്ലയിൽ ഈ 2 ജില്ലയിലുമായിട്ട് 4 പേര് ഏത് സമയവും സാധാരണക്കാരന് അവിടെ വരാം. പ്രത്യേകമായി ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിരിക്കുകയാണ്. ആ ഹെൽപ്പ് ഡെസ്കിലൂടെ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ ആനുകൂല്യങ്ങൾ എന്താണ് അവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനുള്ളത്, ആവശ്യമായിട്ടുള്ള അതിനുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. 2 ജീവനക്കാരെ നമ്മൾ തലശ്ശേരിയിലും 2 ജീവനക്കാരെ കണ്ണൂരും വെച്ചിരിക്കുകയാണ്. പലർക്കും അറിയില്ല അത്. നേരിട്ട് പോയി എത്രയോ ആളുകൾ, ധാരാളം ആളുകൾ അവിടെ വരികയാണ്. അവിടെ വന്ന് ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. അവിടെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലോണിന് വേണ്ടിയിട്ടുള്ള ധാരാളം ആളുകൾ വരുന്നു. പല പദ്ധതികളും സംസ്ഥാന സർക്കാർ വിമുഖത കാണിച്ചപ്പോൾ നേരിട്ട് ആ പദ്ധതികൾ ചേരാൻ പറ്റും. അതിനൊക്കെ ആളുകൾ വരികയാണ് നേരിട്ട് നിങ്ങളുടെ ഓഫീസിലേക്ക്. അത് ഞങ്ങൾ വിപുലപ്പെടുത്തുകയാണ്. കൂടുതൽ ആളുകളെ വെച്ചുകൊണ്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ താഴെ തട്ടിലേക്ക്, മണ്ഡല നിലവാരത്തിലേക്ക് ഞങ്ങൾ ആ ഹെൽപ്പ് ഡെസ്കിനെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യം ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും കിട്ടണം. ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും കിട്ടണം. അതിൻ്റെ അകത്ത് ഒരു മതമോ ജാതിയോ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. അവകാശമാണ്, അത് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യകത. അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരെ സാലറി കൊടുത്തുകൊണ്ട് അവിടെ നിശ്ചയിച്ചുകൊണ്ട് അവിടെ അപ്പോയിൻമെന്റ് ചെയ്തിട്ട് ഞങ്ങൾ ബിജു ഏളക്കുഴി എന്ന് പറയുന്ന താഴേക്കടയിൽ മുതൽ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ജീവിച്ച ഒരാൾ ഈ ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കും. ഉറപ്പായിട്ടും അത് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഓഫീസിൽ ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പദ്ധതികളും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ തടസ്സമുണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഒരു ഘടകത്തിലേക്ക് വന്നാൽ അവിടെ പരിഹരിച്ചു കൊടുക്കും. ഈ മട്ടന്നൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 60,000 വോട്ടിനാണ് ശൈലജ ടീച്ചർ ഇപ്പോൾ ജയിച്ചത്. ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് പോയതുകൊണ്ട് അത് BJPക്ക് ഗുണം ചെയ്യുമോ? ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് പോയതിൻ്റെ രാഷ്ട്രീയം നമുക്ക് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 3ാം ടേം CPM 3ാം ടേം ആണെങ്കിൽ ശൈലജ ടീച്ചർ ഇവിടെ തന്നെയല്ലേ മത്സരിപ്പിക്കേണ്ടത്. ടീച്ചറെ എന്തിനാണ് പേരാവൂരിലേക്ക് മാറ്റിയത്? അല്ല, അതൊരു രാഷ്ട്രീയ തീരുമാനമാണല്ലോ. ബിജു ഏളക്കുഴി ഇപ്പൊ 4ാം ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യവും രാഷ്ട്രീയമാണ്. അതെ, മാറ്റിയതിന്റെ രാഷ്ട്രീയം ടീച്ചർ ഇവിടെ പറ്റൂല എന്നുള്ളത് കൊണ്ടല്ലേ. അതിലാർക്കോ ടീച്ചർ ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട്, ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയോ വേദനയുണ്ട് എന്നുള്ളതല്ലേ അതിന്റെ രാഷ്ട്രീയം. അല്ലെങ്കിൽ ഇവിടെ തന്നെ മത്സരിപ്പിക്കണ്ടേ? ടീച്ചറെ വീട് ഈ ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കാനാണെങ്കിലോ. ഇതിനു മുമ്പ് ടീച്ചർ അവിടെ മത്സരിച്ചിട്ട് മണ്ഡലം കിട്ടിയിട്ടില്ലല്ലോ. സണ്ണി ജോസഫിനോട് പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ്. ജയിച്ചിട്ടുണ്ട്, നേരത്തെ ജയിച്ചിട്ടുണ്ട്. മട്ടന്നൂർ അടക്കം അത് BJPക്ക് ഗുണം ചെയ്യുമോ? BJP കൃത്യമായിട്ടും ആ രാഷ്ട്രീയം ഗുണം ചെയ്യും. ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു MLA ഇവിടുന്ന് CPM നാട് കടത്തിയല്ലേ ഇത്. CPM നാട് കടത്തി. ഒരു യുവത്വത്തിന്റെ മുഖമാണ് ഇപ്പൊ ഇവിടെ. അല്ല, അതെ, യുവത്വത്തിന്റെ മുഖം അതിൽ ആ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ ശൈലജ ടീച്ചറെ കുറിച്ചാ. CPM എന്തിനാണ് ടീച്ചറെ ഇവിടെ നിന്ന് മാറ്റിയത്? ഇപ്പൊ TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. സത്യത്തിൽ മുഖ്യമന്ത്രിക്ക് ടീച്ചറെ ഒരു താല്പര്യമില്ലേ എന്നുള്ളൊരു സംശയം ഇവിടെ വരും. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംശയം BJPക്ക് കൃത്യമായിട്ടുണ്ട്. അവർ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതില്ലേ, അത് ഉത്തരം പറയേണ്ടത് CPM ആണ്, ഞങ്ങളല്ല. പക്ഷെ ഇവിടുത്തെ ജനത ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇവിടുത്തെ മട്ടന്നൂരിലെ ജനത ചർച്ച ചെയ്യുന്ന കാര്യമാണ്. 60,000-ലേറെ ഒരു വോട്ടിന് ജയിച്ച് 5 വർഷമായിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക്, അതും ഒരു ജയിക്കാതെ അല്ലെങ്കിൽ വിജയസാധ്യത രാഷ്ട്രീയപരമായി ഈ പ്രാവശ്യം ഇല്ലാതെ ഒരു മണ്ഡലത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ ടീച്ചറിനെ എന്തോ ഒരു കുറവ് പാർട്ടി കണ്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു കുറവുണ്ടോ? അല്ല, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ബിജു ഏളക്കുഴി ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ പറ്റും? ഒന്ന്, മട്ടന്നൂരിൻ്റെ ഗ്രാമീണ മേഖല ഗതാഗത യോഗ്യമല്ലാതെ ധാരാളം റോഡുകൾ ഇന്ന് മട്ടന്നൂരിൻ്റെ ഗ്രാമീണ മേഖലയിലുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ സഞ്ചരിച്ചാൽ അറിയാം.
എല്ലാ വിഭാഗം ജനതയ്ക്കും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണം. ഗ്രാമപ്രദേശം വളർന്നു വരണം. ടൗണ് മാത്രം വികസിച്ചാൽ പോരാ. ടൗണിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഗ്രാമത്തിൽ ലഭിക്കണം. അതിന്റെ ഫെസിലിറ്റി ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ്. അതിന്റെ ഫെസിലിറ്റി ആ ഗ്രാമത്തിൽ ലഭിക്കണം. അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു MLA ആയാൽ ഞാൻ ചെയ്യും. കുടിവെള്ളം കിട്ടാക്കനിയായിട്ടുള്ള മേഖലയ മട്ടന്നൂരിൽ ധാരാളം പ്രദേശങ്ങളുണ്ട്. 2 വലിയ പുഴകൾ കൊണ്ട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ് ഇരിക്കൂർ പുഴ, ഇപ്പുറം അഞ്ചരക്കണ്ടി പുഴയുടെ അപ്പുറത്തും മട്ടന്നൂരുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ഇരിക്കൂർ പുഴയുടെ അപ്പുറത്തും മട്ടന്നൂർ മണ്ഡലമുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ധാരാളം തോടുകളുള്ള ഒരു പ്രദേശം. ഒരുപാട് ഐഡിയാസ് ഉള്ള ആളാണ് ബിജു ഏലക്കുഴി. ഈ വെള്ളം ഒഴുകി പോവുകയാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞത് അതാ, ഞാൻ ഇത് പൂർത്തീകരിക്കാം. ഇത്രയും വർഷമായല്ലോ നമ്മൾ ഈ പറയുന്ന സംഭവം. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. അത് നമുക്ക് ഈ 2 പുഴകൾ മതി. അത് അനുഗ്രഹമാണ്. ഇപ്പോൾ വെളിയമ്പ്ര ജലസേചന പദ്ധതി ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ നമ്മുടെ ജില്ലയിൽ വെള്ളം കൊടുക്കുന്നത്. പക്ഷെ മട്ടന്നൂരിലെ എല്ലാ ആളുകൾക്കും വെള്ളം ലഭിക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുണ്ട്, അതിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി ആ ഗ്രാമീണ ജനതയ്ക്ക് കുടിവെള്ളം കിട്ടാക്കനിയായിട്ടുള്ള ഗ്രാമീണ ജനതയ്ക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കണം. നല്ല റോഡുകൾ. ഇപ്പോൾ മട്ടന്നൂരിൽ എയർപോർട്ട് സിറ്റിയാണ്. മറ്റ് പ്രദേശത്ത് നിന്ന് ഓടി മട്ടന്നൂരിലെത്തിയ ഒരു വാഹനം ഇവിടെ നിന്ന് ഒരു കാറ് തിരിച്ചാൽ മതി, പിന്നെ അരമണിക്കൂർ ബ്ലോക്കാ. ഏത് റോഡ്? തലശ്ശേരി റോഡ് ബ്ലോക്കാണ്, കണ്ണൂർ റോഡ് ബ്ലോക്കാണ്. ഇരിട്ടിയിൽ നിന്ന് ഒരു സമാന്തര റോഡ് എയർപോർട്ടിലേക്ക് നിർമ്മിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ കണ്ണൂർ റോഡിലേക്ക് നിർമ്മിക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? ഈ ഇരിട്ടി റോഡിൽ നിന്ന് തലശ്ശേരിയിൽ ടൗൺ ഒഴിവാക്കിക്കൊണ്ട്, ഈ മട്ടന്നൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് തലശ്ശേരി റോഡിലേക്ക് ഒരു ഇരിട്ടി റോഡിൽ നിന്നൊരു സമാന്തര പാത എന്തുകൊണ്ട് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല? സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ധാരാളം പുറമ്പോക്ക് സ്ഥലമുണ്ട് ഇവിടെ. ഇറിഗേഷൻ്റെ എക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ്റെ സ്ഥലമുണ്ട്. അത് എക്വിസിഷൻ ചെയ്ത് ഇപ്പോൾ എന്താണ്, ഒരു റോഡ് നിർമ്മിക്കുമ്പോഴുള്ള സർക്കാരിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തടസ്സം ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. എന്നാൽ കൂടുതൽ സ്ഥലങ്ങളൊന്നും ഏറ്റെടുക്കാതെ കൂടുതൽ സ്ഥലം ഇറിഗേഷൻ്റെ സ്ഥലവും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു റോഡ് നിർമ്മിച്ചുകൂടെ? അങ്ങനെ വരുമ്പോൾ മട്ടന്നൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടും. എയർപോർട്ടിലേക്ക് നമുക്കറിയാം സമയത്തിന് എത്തേണ്ടതാണ്. അങ്ങ് കോഴിക്കോടുനിന്നും കാസർഗോഡുനിന്നും കൊടകുന്നും വരുന്ന ആളുകൾ ഇവിടെ കറങ്ങി വേദനയോടുകൂടി കറങ്ങി നടക്കുന്ന കാഴ്ച കാണുന്ന ഒരാളാണ് ഞാൻ. ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു ഹെയർ സ്റ്റഡീസിന് എന്ത് സ്ഥാപനമാണ് ഇവിടെയുള്ള? എയർപോർട്ട് വന്നു, എയർപോർട്ടിലെ ജീവനക്കാരെ കുറിച്ച് അറിയാലോ. CISFൻ്റെ ജീവനക്കാരുണ്ട്, അതല്ലാതെ ധാരാളം എയർപോർട്ടിലെ ജീവനക്കാരുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ. ഒരു ഹെയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എന്താണുള്ളത്? എത്ര വർഷമായി നമുക്കിവിടെ ഒരു കോളേജ് തുടങ്ങിയിട്ട്? NSS തുടങ്ങിയ കോളേജാണ്. അതിനുശേഷം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വന്നോ? തുടങ്ങാൻ വേണ്ടി സാധിച്ചോ? ഹയർ സ്റ്റഡീസിന് സംവിധാനമില്ല. ബാംഗ്ലൂരിലേക്ക് പോകണ്ടേ, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തിലേക്ക് പോകണ്ടേ? നമുക്ക് എന്തുകൊണ്ട് ഇവിടെ തുടങ്ങിക്കൂടാ? അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണ്ടേ? നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആരോഗ്യ മേഖലയുടെ പ്രശ്നം. ഇവിടെ ഒരു ആശുപത്രി പണിയാൻ തുടങ്ങിയിട്ട് എത്രയായി? ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ്, എയർപോർട്ടുള്ള ഒരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡ്, നല്ലൊരു ബസ് സ്റ്റാൻഡില്ല, ഒരു ഷെൽട്ടറാണ്. ഒരു ഷെൽട്ടർ പോലെയുള്ള സ്ഥലം, പ്രദേശമാണിത്. നല്ലൊരു ബസ് സ്റ്റാൻഡ് പണിയണ്ടേ? വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നു. നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ മട്ടന്നൂരിൽ. നിങ്ങൾക്ക് ഒരു നല്ല ഗ്രൗണ്ട് കാണിക്കാൻ വേണ്ടി പറ്റുമോ? നേരത്തെ ഉണ്ടായിരുന്നു ഗ്രൗണ്ട്. എവിടെ? ഇപ്പോൾ നമ്മുടെ മുനിസിപ്പൽ ഓഫീസിൻ്റെ അടുത്ത് മിനി ഗ്രൗണ്ട്. അതും ഇപ്പോൾ നഗരസഭ കവർന്നെടുത്തു. അവിടെ ബിൽഡിംഗ് പണിതു. ബാക്കി സ്ഥലങ്ങൾ ഇറിഗേഷൻ്റെ എത്ര സ്ഥലമുണ്ട് ഇവിടെ ഗ്രൗണ്ട് പണിയാൻ വേണ്ടിയിട്ട്? എന്തുകൊണ്ട് അതിനൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പഴശ്ശിരാജയുടെ മണ്ണാണിത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പഴശ്ശിരാജയുടെ
ഉചിതമായിട്ടുള്ള സ്മാരകം കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു സ്മാരകം അവിടെ ഉണ്ട്. ആ സ്മാരകം കണ്ടു നോക്കിയാൽ അറിയാം. പഴശ്ശിക്ക് വേണ്ടി, പഴശ്ശി രാജാവിനെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്മാരകമാണ് അത്. ഒരു കുളത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു ചരിത്ര അന്വേഷിക്ക്, അവിടെ പഴശ്ശിയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ചരിത്ര അന്വേഷിക്ക് അവിടെ വന്നാൽ പഴശ്ശിയെക്കുറിച്ച് എങ്ങനെയാ പഠിക്കുക? അതിനെന്ത് സാധ്യതയാണ് അവിടെയുള്ളത്? ഒരു ആൾക്ക് പഴശ്ശിയിലേക്ക് വന്നാൽ അവരുടെ സമയം അവിടെ ചെലവഴിക്കാനുള്ള എന്ത് സംവിധാനമാണ്? ഒരു ഇരിപ്പിടം പോലും അവിടെ. ഇരിപ്പിടം, ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു ഹട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെങ്കിൽ ഒരു സംവിധാനം ഉണ്ടോ? അവിടെ അടിസ്ഥാന വികസനമൊന്നുമില്ല. ഇത് മാത്രമല്ല, നല്ല ടൂറിസത്തിന് സാധ്യതയുള്ളൊരു പ്രദേശമാണ് മട്ടന്നൂർ. നമ്മൾ ശ്രദ്ധിക്കാതാണ് പുരളിമല ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് പുരളിമല. ആ പുരളിമലയുടെ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അറബിക്കടൽ കാണും, നല്ല വ്യൂ കാണും. പോയ ആൾക്ക് അവിടെ ഒരു നല്ല റോഡുണ്ടോ? അവിടത്തേക്ക് എത്തിപ്പെടാനുള്ള റോഡ് ബെറ്റർ ആണ്. നല്ല റോഡ് ഏത് റോഡാ ബെറ്റർ? അവിടത്തേക്ക് പോകുന്ന റോഡ് ഏത് റോഡ്? പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ, അല്ല, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ പെടുത്തിയിട്ട് ഇപ്പൊ അവിടെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഒറ്റൊരു റോഡാ. നമ്മൾ ഒരു പദ്ധതി പ്രദേശത്തേക്ക് കുറെ റോഡുകൾ വേണം. ഒരു റോഡ് എന്ന് പറഞ്ഞാൽ എത്ര കാലമായിട്ടാണ് ഒരു റോഡ് നിർമ്മിച്ചത്? പ്രധാനപ്പെട്ട കുറെ റോഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സഞ്ചാരികളെ എത്തിക്കാൻ പറ്റൂ. എയർപോർട്ടിൽ വരുന്ന എന്തിനാണ് മട്ടന്നൂർ എയർപോർട്ട് കൊണ്ട് മട്ടന്നൂരുകാർക്ക് എന്താ ഗുണം? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരാള് ഒരു ചായ കുടിക്കണം, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഇവിടെയുണ്ടോ? ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ഹോട്ടൽ ഇല്ല മട്ടന്നൂർ. സാധാരണക്കാരൻ ഇനി എന്തെങ്കിലും ഈ എയർപോർട്ട് കൊണ്ടുള്ള ഒരു ഹോട്ടൽ തുടങ്ങിയാൽ, ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങിയാൽ അതിലൂടെ വരുമാനം കിട്ടും. എന്നാൽ അങ്ങനെ വരുന്ന യാത്രക്കാരുണ്ടോ? ഇവിടെ യാത്രക്കാരെ എങ്ങനെ കൊണ്ടുവരിക? ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആകർഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ആകർഷിക്കാനുള്ള സംവിധാനം എന്താണ് ഈ മട്ടന്നൂരിൽ ഉള്ളത്? കണ്ണൂരിൽ എന്താണുള്ളത്? കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ബീച്ചാണ് നമ്മുടേത്, നമുക്ക് മുഴപ്പിലങ്ങാട്. അതുപോലെ പയ്യാമ്പലം ബീച്ച്, പിന്നെ നീർക്കടവ് വരെ എത്തുന്ന പ്രദേശത്തുള്ള ബീച്ചാണത്. ഇതുപോലെ മനോഹാരിതമായിട്ടുള്ള സ്ഥലം വേറെ എവിടെയുണ്ട്? എന്നാൽ അതിനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസം പദ്ധതി തന്നെ ആസൂത്രണം ചെയ്യാം. വലിയൊരു ഐഡിയ ആണ്. മൊത്തം ബിജു ഏലക്കുഴി വെക്കുന്നത് BJPയുടെ ഐഡിയ ആണെങ്കിലും താങ്കളുടെ തന്നെ ഒരു ഐഡിയ അതിനകത്ത് വർക്കൗട്ട് ആവുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന കുറേ കാര്യമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനമാണ്. നമുക്ക് ഈ ഗ്രാമിക TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? ഒന്ന് പറയാം. ഒന്ന്, മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനപ്പുറത്തായിട്ടുള്ളൊരു ചിന്താഗതി ഈ നാട്ടിലെ ജനതയ്ക്കുണ്ട്, വളർന്നു വരുന്നുണ്ട്. അതും ഒരു ആരിക അടിമയൊന്നുമല്ല ഈ മണ്ഡലത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ മനസ്സിലൊരു പരിവർത്തനം കാണുന്നുണ്ട്. അത് വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിവർത്തനമാണ്. അങ്ങനെയെങ്കിൽ BJPയെ ജയിപ്പിച്ചെടുക്കണം. BJP ജയിച്ചാൽ എന്താ ഗുണം? ധാരാളം കേന്ദ്ര പദ്ധതികൾ വരും. കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് സർക്കാർ കൃത്യമായിട്ടും ഒരു ഡബിൾ എൻജിൻ സർക്കാർ നമ്മൾ കേരളത്തിൽ രൂപീകരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിൻ്റെ ഗുണം മട്ടന്നൂരിന് ലഭിക്കണം. മട്ടന്നൂരിന് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മട്ടന്നൂരിൽ ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിയുന്ന ജനപ്രതിനിധി വേണം. ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ അവസരം തരണമെന്നാണ് എനിക്ക് മട്ടന്നൂരിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നന്ദി. ഇത്രയും നേരം ഈ തിരക്ക് പിടിച്ച സമയമാണ്. അപ്പോൾ ആ സമയത്തിൽ നമുക്കൊരു ചെറിയ സമയം, ഒരു അരമണിക്കൂർ നേരം അനുവദിച്ചത് നന്ദിയുണ്ട്. ശരി. ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.